നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ രണ്ട് ഫേസസ് ആണ് ഇമ്പോർട്ടന്റ്, ദ ഹീറോയിൻ ആൻഡ് ഹീറോ. ആൻഡ് ഏറെ സ്നേഹത്തോടെയാണ് ഞാൻ ഹീറോയെ വെൽക്കം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2024 ഹിറ്റായി മാറിയിട്ടുള്ള രണ്ട് മൂവിയിലൂടെ രണ്ട് എന്ത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഏറെ സ്നേഹത്തോടെ let me welcome രഞ്ജൻ സദേവ് on the stage. Let's give a huge round of applause for him. Yes. So over to you. എന്താണ് ഈ സ്നേഹത്തിന് മുന്നിൽ പറയാനുള്ളത്? എന്താണ് ഇതിനോട് സംസാരിക്കാനുള്ളത്? പ്ലീസ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എവിടെ നോക്കാനും കൽബും അതിന്റെ ലവ്മ കിട്ടുന്ന എല്ലായിടത്തു നിന്നും, എസ്പെഷ്യലി OTT റിലീസ് കഴിഞ്ഞിട്ട് ഒരുപാട് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. ആദ്യം തിയേറ്ററിൽ ഇറങ്ങിയപ്പം അത്രയ്ക്ക് പ്രതീക്ഷ അത്ര ചെയ്തില്ലെന്നൊരു കൊച്ചു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ OTT ഇറങ്ങിയപ്പം നിങ്ങൾ അതിന്റെ 10 ഇരട്ടി 20 ഇരട്ടി ലാഭമാണ് തന്നത്. സോ വി ആർ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. So ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു for all the movies. So thank you everybody. Yes, thank you so much. And നിങ്ങൾ എല്ലാവരും നല്ലൊരു സ്നേഹവാർത്ത, നല്ലൊരു കഴിവെടുത്ത ഉറപ്പായിട്ട് നമുക്ക് വേണ്ടി ഒരു അടിപൊളി സോങ് ഷിൽവി പ്രസന്റ്. So please. സിനിമയിൽ നല്ല പാട്ട് തന്നെ പാടാം. ഞാൻ ഒരുപാട് ആൾക്കാർ ഇതിനൊരു റെഡിഷൻ കേട്ടു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതന്നെയാ പണി. നിങ്ങളെല്ലാവരും പാടുന്നതും റീല് ചെയ്യുന്നതും കാണൽ തന്നെയാ പണി. അപ്പൊ അതിനുള്ള പാട്ട് തന്നെ പാടും. ഹായ് രഞ്ജിത് ബ്രോ, ചോദ്യം ബ്രോനോടാണ്. ബ്രോയുടെ ഫസ്റ്റ് പടം ഞാൻ കാണുന്നത് ഗോളമാണ്. ഗോളം കണ്ടിട്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ നിർബന്ധം കാരണമാണ് ഞാൻ കൽബ് കണ്ടത്. പക്ഷെ പേഴ്സണലി എനിക്ക് ഗോളമാണ് ഭയങ്കര ഫേവറേറ്റ്. പിന്നെ മൈക്ക് കണ്ടു. പിന്നെ ഞാൻ ബ്രോയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയ ഒക്കെ കുറേ തപ്പി. അപ്പോൾ ഞാൻ ബ്രോയുടെ ആ 3 പടങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ബ്രോ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഫിലിമിലെത്തി എന്നൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ബ്രോ എങ്ങനെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെത്തി അതറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ബ്രോ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല, ഞാൻ ഇൻ്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ ഫിലിമിലെത്തി? ഫസ്റ്റ് പടം കൽബാണോ? മൈക്കായിരുന്നു ആദ്യ പടം. മൈക്കാണ്, ഓക്കെ. അതിനുശേഷം കൽബ്. അപ്പോൾ എങ്ങനെ ഈ ഇൻഡസ്ട്രിയിലെത്തിയെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവരാണെങ്കിലും ഫിലിമിലെത്തുക, ഫിലിമിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു ഫേസ് ഒരു സീനിലെങ്കിലും കാണിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ബ്രോ എങ്ങനെ ഇൻഡസ്ട്രിയിൽ എത്തിയെന്ന് അറിയാനാണ് എൻ്റെ മെയിൻ ഒരു ചോദ്യം. സോ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അഭിനയം വേദി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും താല്പര്യമുള്ള ഒരു വേദിയായിരുന്നു. എപ്പോഴും ആ പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ മൈക്ക് എനിക്ക് ആദ്യത്തെ ഒരു അവസരം തന്നത് ഒരു ഫീച്ചർ ഫിലിമായിട്ട്. സോ അത് പറഞ്ഞ പോലെ അത് 2022 റിലീസ് ചെയ്തത്. സോ ഏത് കിട്ടാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കഴിവ് കൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ നിലനിൽക്കാൻ പറ്റുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്ന ബ്രോവും അഭിനയം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന്. ഇല്ല, ഞാൻ അഭിനയം ഇഷ്ടമുള്ള ഒരാളാണ്. ഫിലിം കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഫിലിം നല്ലതായിട്ട് ഇപ്പോൾ നമ്മളൊരു ഫിലിം കാണുമ്പോൾ അതിൻ്റെ എല്ലാ ആംഗിളും, സിനിമാറ്റോഗ്രാഫി ആയാലും അതിൻ്റെ മേക്കിംഗ് ആയാലും മ്യൂസിക് ആയാലും അതെല്ലാം നോക്കി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആക്ട് ചെയ്യാൻ അങ്ങനെയൊന്നും താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഫിലിമിൽ ഇറങ്ങാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ജോണി എബ്രഹാം, നമ്മുടെ ഹിന്ദി ആക്ടർ, പുള്ളി പ്രസന്റ് ചെയ്ത ആദ്യത്തെ പടമായിരുന്നു മൈക്ക്. അതിനെനിക്ക് ആദ്യത്തെ അവസരം കിട്ടിയത്. അത് കാരണമാണ് കൽബിൽ എനിക്ക് വിളി കിട്ടിയത്. അത് കാരണമാണ് ഗോളത്തിൽ വിളി കിട്ടിയത്. സോ ഡെഫിനറ്റ്ലി അതൊരു ജേർണിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞ പോലെ
ബ്രോ അത് കണ്ടപ്പം ബ്രോനെ ഫീൽ ചെയ്ത മറ്റേ ഇതില്ലേ മറ്റേ ഇൻട്രസ്റ്റ് മൈസ്റ്റും അത് മതി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ ഇത് ചെയ്യുന്നത് സോ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനൊരു ആക്ടറായിട്ട് ബെറ്റർ പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ നോക്കും. സോ ഡെഫിനറ്റ്ലി ഞാൻ ആദ്യത്തെ പടം മൈക്കിൽ എത്തിയത് ഡെഫിനറ്റ്ലി ആ ജോണി ബ്രാൻ പ്രസന്റ് ചെയ്യുന്ന ബാനറിലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഓഡിഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു കൊച്ചിലെ, അപ്പോഴത്തേക്ക് അതൊക്കെ കണ്ടായിരിക്കാം പുള്ളിക്ക് എന്നെ കാസ്റ്റ് ചെയ്യാനും ഒരു താല്പര്യം വന്നത്. ബട്ട് ഐ ജസ്റ്റ് ബിലീവ് ദാറ്റ് നമ്മൾ ഒരു കാര്യത്തിൽ പാഷനേറ്റ് ആയിട്ട് പെർസ്യൂ ചെയ്താൽ എപ്പോഴെങ്കിലും നമുക്കത് നമുക്ക് നേടും, ഇന്നല്ലെങ്കിൽ നാളെ. സോ അങ്ങനെ ആക്ച്വലി പറയാനൊന്നും ആയിട്ടില്ല. ഇപ്പം സ്ക്രിപ്റ്റ്സ് കേൾക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് സ്ക്രിപ്റ്റ്സ് കേൾക്കുന്നു. അടുത്ത എന്ത് പ്രോജക്റ്റ് വേണം എന്നുള്ളത് ഭയങ്കര നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. രഞ്ജിത്ത് ബ്രോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അവിടെ ഒന്ന് ക്ഷയിക്കാൻ തന്നോട്ടെ. താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ